ഇസ്ലാം പാഠശാല ഇസ്ലാമിക് വെബ്സൈറ്റ് ഇസ്ലാം പാഠശാല.net മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഇസ്ലാമിക് വെബ്സൈറ്റ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد مصطفى صلى الله عليه وسلم شر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله. قال الله تعالى في قرآنه الكريم: أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. شرع لكم من الدين ما وصى به نوحا والذي أوحينا إليك وما وصينا به إبراهيم وموسى وعيسى أن أقيموا الدين ولا تتفرقوا فيه كبر على المشركين ما تدعوهم إليه الله يجتبي إليه من يشاء ويهدي إليه من ينيب. وما تفرقوا إلا من بعد ما جاءهم العلم بغيا بينهم ولولا كلمة سبقت من ربك إلى أجل مسمى لقضي بينهم وإن الذين أورثوا الكتاب من بعدهم لفي شك منه مريب. صدق الله العلي العظيم. صدق وبلغ رسوله الكريم. نحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിലുടനീളം അള്ളാഹുവിനെ ഭയന്ന് അവനിൽ പ്രതീക്ഷയർപ്പിച്ച് അവൻ്റെ വിധിവിലക്കുകൾക്ക് വിധേയരായി മുത്തക്കീങ്ങളായി ജീവിക്കുവാൻ എന്നോടും നിങ്ങളോടും ആദ്യമായി തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു തആല മുത്തക്കീങ്ങളായ ദാസന്മാരുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം മുസ്ലിം സമൂഹം ഉൾപ്പെടെയുള്ള ലോകത്തെ മുഴുവൻ മനുഷ്യർക്കും അവരുടെ ശ്രദ്ധാവായ അല്ലാഹു സുബ്ഹാനഹു തആല ജീവിതത്തിന് ഒരു നിയമവും വ്യവസ്ഥയും നിശ്ചയിച്ചിട്ടുണ്ട്. മനുഷ്യജീവിതത്തിന്
അല്ലാഹു തആല നിശ്ചയിച്ച ഈ വ്യവസ്ഥയുടെ പേരാണ് ദീനുൽ ഇസ്ലാം എന്നത്. ഇസ്ലാം അല്ലാഹുവിൻ്റെ ദീനാണ് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല, സംശയമില്ല. പക്ഷെ ദീൻ എന്താണ് എന്ന കാര്യത്തിൽ, ദീൻ എന്ന് പറഞ്ഞാൽ അതെന്താണ് എന്ന് പഠിക്കുന്നതിൽ, അത് മനസ്സിലാക്കുന്നതിൽ മുസ്ലിം സമൂഹം ഇനിയും വിശുദ്ധ ഖുർആനെ ഒന്നുകൂടി പഠിക്കേണ്ടിയിരിക്കുന്നു, വിശദമായി അതിനെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. ദീൻ എന്ന് പറഞ്ഞാൽ അത് കുറെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കുറെ പ്രാർത്ഥനാ മുറകളും മാത്രമായിട്ടാണ് പലരും അതിനെ മനസ്സിലാക്കുന്നത്. അത് ആചാരങ്ങളാണ്, ആരാധനകളാണ്, അനുഷ്ഠാനങ്ങളാണ്. അതാണ് ദീൻ. ജീവിതത്തെ ദീനെന്നും ദുനിയാവെന്നും രണ്ടായി വേർതിരിക്കുകയും അങ്ങനെ നമസ്കാരം, സക്കാത്ത്, നോമ്പ്, ഹജ്ജ്, പ്രാർത്ഥന തുടങ്ങി ഏതാനും ചില ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മാത്രമായി ദീനിനെ പരിമിതപ്പെടുത്തുകയും അതിനപ്പുറമുള്ള ജീവിതത്തിന്റെ മറ്റു മേഖലകൾ, കച്ചവടം, സാമ്പത്തികം, സാമൂഹികം, രാഷ്ട്രീയം, കല, സാംസ്കാരികം, ഇങ്ങനെ തുടങ്ങി ജീവിതത്തിന്റെ വിശാലമായ മറ്റ് മേഖലകൾ അവിടെയൊന്നും ദീൻ ഇടപെട്ടിട്ടില്ല എന്നും അത്തരം മേഖലകളെ കൈകാര്യം ചെയ്യുവാനുള്ള ശേഷി ദീനിന് ഇല്ല എന്നും അതുകൊണ്ട് തന്നെ അത്തരം മേഖലകളിൽ എന്ത് വേണമെന്നും വേണ്ട എന്നും തീരുമാനിക്കുവാനുള്ള അധികാരം മനുഷ്യന് തന്നെ അള്ളാഹു വിട്ടുകൊടുത്തിരിക്കുകയാണ്. അത്തരം മേഖലകളിൽ മനുഷ്യന്റെ സ്വതന്ത്ര ചിന്തക്ക് അള്ളാഹു ദൈവം വിട്ടുകൊടുത്തിരിക്കുന്നു എന്ന പാശ്ചാത്യൻ സെക്കുലർ ചിന്താഗതി, ദൈവത്തിനുള്ളത് ദൈവത്തിന്, സീസർക്കുള്ളത് സീസർക്ക്, പള്ളിക്കുള്ളത് പള്ളിക്ക്, പാർട്ടിക്കുള്ളത് പാർട്ടിക്ക്, ഈ പാശ്ചാത്യൻ ശുദ്ധ സെക്കുലർ ചിന്താഗതി ഒരു കാലഘട്ടത്തിൽ മുസ്ലിം സമുദായത്തെ പോലും, കൃത്യമായി പറഞ്ഞാൽ മുസ്ലിം ലോകത്തേക്കുള്ള പടിഞ്ഞാറിന്റെ അധിനിവേശത്തോടു കൂടി ഇങ്ങനെ ജീവിതത്തെ രണ്ടായി വേർതിരിച്ച് ഒരു ഭാഗം പടച്ചവനും മറ്റൊരു ഭാഗം പടച്ചവനല്ലാത്തവർക്കും കൊടുക്കുന്ന, വീതം വെക്കുന്ന ഒരു ചിന്താഗതി മുസ്ലിം സമൂഹത്തിൽ പോലും വളർന്നു വന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന ദീൻ, പ്രവാചകന്റെ ഹദീസുകളിൽ നാം കാണുന്ന ദീൻ, അത് മനുഷ്യ ജീവിതത്തെ മുഴുവൻ ഉൾക്കൊള്ളാൻ ശേഷിയുള്ള ഒരു സമ്പൂർണ്ണ ജീവിത വ്യവസ്ഥയാണ്. എന്താണ് ദീൻ? ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാ അമറ അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു ദാലിക ദീനുൽ ഖയ്യിമ. ഖുർആൻ പറയുകയാണ്, ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാ, വിധിക്കുവാനുള്ള അധികാരം അല്ലാഹുവിനല്ലാതെ മറ്റാർക്കുമില്ല. വിധിക്കുവാനുള്ള അധികാരം അല്ലാഹുവിന് മാത്രമാണ്. അമറ, അവൻ കൽപ്പിച്ചു, അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു, അവനെയല്ലാതെ നിങ്ങൾ വഴിപ്പെട്ടുകൂടാ, അവനെ മാത്രമേ നിങ്ങൾ വഴിപ്പെടാൻ പാടുള്ളൂ. ദാലിക ദീനുൽ ഖയ്യിം, അതാണ് ഏറ്റവും ചൊവ്വായിട്ടുള്ള നേരായിട്ടുള്ള ദീൻ. എന്താണ് ഖുർആൻ പറഞ്ഞത്? വിധിക്കുവാനുള്ള അധികാരം ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാ, അല്ലാഹുവിന് മാത്രം. അല്ലാഹുവിന്റെ ആ വിധി അനുസരിച്ച് ജീവിക്കുവാനല്ലാതെ, അവന് വഴിപ്പെടുവാനല്ലാതെ നിങ്ങളോട് കൽപ്പിച്ചിട്ടില്ല. അതാണ് ഏറ്റവും ചൊവ്വായിട്ടുള്ള ദീൻ. അപ്പൊ അള്ളാഹുവിന്റെ വിധി അനുസരിച്ച് ജീവിക്കുക എന്നതാണ് ഏറ്റവും ചൊവ്വായിട്ടുള്ള നേരായിട്ടുള്ള ദീൻ എന്ന കാര്യത്തിൽ ഇനി സംശയത്തിന്റെയോ തർക്കത്തിന്റെയോ കാര്യമില്ല. അള്ളാഹുവിന്റെ വിധി അനുസരിച്ച് ജീവിക്കലാണ് യഥാർത്ഥ ദീൻ. ഇത് ഖുർആൻ പറഞ്ഞതാണ്. പക്ഷേ അള്ളാഹുവിന്റെ വിധി ജീവിതത്തിന്റെ ഏതേതെല്ലാം മേഖലകളിലാണ് അള്ളാഹു താല നമുക്ക് തന്നിട്ടുള്ളത്? അള്ളാഹു താല അവന്റെ കൽപ്പനകളും അവന്റെ വിധികളും ഈ സമുദായത്തിനും മനുഷ്യരാശിക്കും കൊടുത്തത് ഏതാനും ചില ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും മാത്രമാണോ? അതല്ലെങ്കിൽ ജീവിതത്തിന്റെ ഏതേതെല്ലാം മേഖലകളിലാണ് അള്ളാഹു അവന്റെ വിധിയും അവന്റെ നിയമവും അവന്റെ നിർദ്ദേശങ്ങളും മനുഷ്യരാശിക്ക് നൽകിയിട്ടുള്ളത്? ഇത് പഠിക്കേണ്ട ഒരു വിഷയമാണ്. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത്
സൂറത്തുൽ ബഖറയിൽ അവസാനത്തിന്റെ അടുത്തുള്ള ഒരു ആയത്താണ്. 286 ആയത്ത്. ഒരു പേജ് നിറയെ ഈ ഒറ്റ ആയത്ത് മാത്രമേ ഉള്ളൂ. വിശുദ്ധ ഖുർആനിലെ ഒരു പേജ് മുഴുവൻ ഈ ഒരൊറ്റ ആയത്ത് മാത്രമാണ്. ആയത്തു ദൈൻ എന്നറിയപ്പെടുന്ന ഈ ആയത്ത്. യാ അയ്യുഹല്ലദീന ആമനു ഇദാ തദായൻതും ബിദൈനിൻ ഫൽയക്തുബ് ബൈനകും കാത്തിബുൻ ബിൽ അദിൽ ബിമാ അല്ലമഹുല്ലാഹ് വലാ യഅബ കാത്തിബുൻ എന്ന് പറഞ്ഞിട്ട് വിശുദ്ധ ഖുർആൻ ഒരായത്ത് മുഴുവൻ ഒരു പേജിൽ ഉൾക്കൊള്ളിച്ചിരിക്കുകയാണ്. എന്താണ് വിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത് എന്ന് പറയുന്ന ആയത്തുദൈൻ എന്ന് പറയപ്പെടുന്ന ഈ ആയത്തിന്റെ ഉള്ളടക്കം? ഏതെങ്കിലും ആരാധനാക്രമത്തെ പറ്റിയല്ല, നിസ്കാരത്തിന്റെ ഷർത്തിനെ പറ്റിയോ നിസ്കാരത്തിന്റെ മര്യാദകളെ പറ്റിയോ അല്ല, നോമ്പിന്റെ പ്രാധാന്യത്തെ പറ്റിയോ സക്കാത്തിന്റെ പ്രാധാന്യത്തെ പറ്റിയോ ഹജ്ജിന്റെ അനുഷ്ഠാന മുറകളെ പറ്റിയോ അല്ല, പ്രാർത്ഥനാ രീതികളെ കുറിച്ചുമല്ല. മറിച്ച് വിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുന്നത് എന്താണ്? യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, ഇദാ തദായൻതും ബിദൈനിൻ, നിങ്ങൾ തമ്മിൽ സാമ്പത്തിക ഇടപാട് നടത്തുമ്പോൾ, നിങ്ങൾ തമ്മിൽ സാമ്പത്തിക ക്രയവിക്രയങ്ങൾ നടത്തുമ്പോൾ നിങ്ങൾ അത് രേഖപ്പെടുത്തി വെക്കണം, എഴുതി വെക്കണം. നിങ്ങൾ സാക്ഷികളെ അതിന് നിർത്തണം. ഇനി സാക്ഷികളെ കിട്ടിയില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ജാമ്യ വസ്തു വെക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത് കൈകാര്യം ചെയ്തിരിക്കുന്ന വിഷയം സാമ്പത്തിക രംഗത്ത് വിശ്വാസികൾ പാലിക്കേണ്ട അച്ചടക്കത്തെ പറ്റിയാണ്. സാമ്പത്തിക അച്ചടക്കം. ഞാൻ എന്തിനാണ് ഈ ആയത്ത് തന്നെ ഇങ്ങനെ ഉദ്ധരിച്ചതെന്ന് ചോദിച്ചാൽ, 6236 ഉള്ള വിശുദ്ധ ഖുർആനിലെ ആയത്തുകൾ, 6236 വരുന്ന വിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത് പഠിപ്പിക്കുന്ന വിഷയം ഏതെങ്കിലും ഒരു ആരാധനാക്രമത്തെ സംബന്ധിച്ചല്ല, മറിച്ച് മനുഷ്യൻ സാമ്പത്തിക മേഖലയിൽ പാലിക്കേണ്ടുന്ന, ക്രയവിക്രയങ്ങളിൽ പാലിക്കേണ്ടുന്ന സാമ്പത്തിക അച്ചടക്കത്തെക്കുറിച്ചും ഒരു മര്യാദയെക്കുറിച്ചുമാണ്. ദീൻ എന്ന് പറഞ്ഞാൽ ഏതാനും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമാണെങ്കിൽ എന്തിനാണ് അങ്ങനെ ഒരു ദീൻ ഇത്തരം ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിച്ചത്? സാമ്പത്തിക അച്ചടക്കത്തെ പറ്റി എന്തിനൊരു കൽപ്പന വന്നു? ഇനിയും നിങ്ങൾ നോക്കൂ, ഖുർആൻ പറഞ്ഞില്ലേ, അസ്സാനിയത്തു വസ്സാനി ഫജിലിദു കുല്ല വാഹിദിൻ മിൻഹുമാ മിഅത്ത ജൽദ വലാ തഅഖുദുകും ബിഹിമാ റഅഫത്തുൻ ഫീ ദീനില്ലാഹ്. അസ്സാനിയത്തു വസ്സാനി, വ്യഭിചാരിയെയും വ്യഭിചാരിണിയെയും, ഫജിലിദു കുല്ല വാഹിദിൻ മിൻഹുമാ മിഅത്ത ജൽദ, രണ്ടുപേരെയും നിങ്ങൾ 100 അടി അടിക്കണം. രണ്ടുപേരെയും നിങ്ങൾ 100 വീതം അടിയടിക്കണം. എന്നിട്ട് പറഞ്ഞു, ഫലാ തൗഖുദുകും ബിഹിമാ റഅഫത്തുൻ ഫീ ദീനില്ലാഹ്. അവരടിക്കുമ്പോൾ അവരോടുള്ള അനുകമ്പ അള്ളാഹുവിന്റെ ദീൻ നടപ്പാക്കുന്ന കാര്യത്തിൽ നിങ്ങളെ സ്വാധീനിക്കാൻ പാടില്ല. എന്താണ് പറഞ്ഞത്? വ്യഭിചാരത്തിലേർപ്പെട്ട പുരുഷൻ, വ്യഭിചാരത്തിലേർപ്പെട്ട സ്ത്രീ, അസ്സാനിയത്തു വസ്സാനി, അവരെ രണ്ടുപേരെയും നിങ്ങൾ 100 വീതം അടിയടിക്കണം. അങ്ങനെ അവരെ ശിക്ഷ നടപ്പിലാക്കുമ്പോൾ, അവരെ അടിക്കുമ്പോൾ അള്ളാഹുവിന്റെ ആ ദീൻ നടപ്പിലാക്കുന്ന കാര്യത്തിൽ അവരോട് നിങ്ങൾക്ക് അനുകമ്പ തോന്നിയാൽ, അവരോട് നിങ്ങൾക്ക് ഗുണകാംക്ഷ തോന്നി അടിക്കാതിരിക്കാൻ പാടില്ല. അള്ളാഹുവിന്റെ ദീൻ നടപ്പിലാക്കുന്ന കാര്യത്തിൽ അവരോടുള്ള അനുകമ്പ നിങ്ങളെ സ്വാധീനിക്കാതിരിക്കട്ടെ, നിങ്ങളെ സ്വാധീനിക്കാൻ പാടില്ല. അപ്പൊ എന്താണ് ദീൻ അവിടെ? ഒരു ധാർമ്മിക സമൂഹത്തെ വാർത്തെടുക്കുവാൻ വേണ്ടി, ഒരു ധാർമ്മിക സമൂഹത്തെ രൂപീകരിക്കുവാൻ വേണ്ടി ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് അള്ളാഹു നിശ്ചയിച്ച ക്രിമിനൽ ശിക്ഷ, ആ ശിക്ഷയും ആ ശിക്ഷ നടപ്പിലാക്കുന്നതും അള്ളാഹുവിന്റെ ദീനാണ്. ആ ദീൻ നടപ്പിലാക്കുന്ന കാര്യത്തിൽ അനുകമ്പ നിങ്ങളെ സ്വാധീനിക്കരുത് എന്നാ പറഞ്ഞത്. അത് ദീനാണ്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വ അത്മംതു അലൈക്കും നിഅമതി വ റളിയതു ലക്കുമുൽ ഇസ്ലാമ ദീന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും അവസാനം അവതരിച്ച ആയത്ത് ഇതാണെന്നാണ് ഭൂരിഭാഗം മുഫസ്സിറുകളും പറയുന്നത്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, ഇന്ന് നിങ്ങളുടെ ദീൻ ഞാൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നിരിക്കുന്നു.
വഅത്മംതു അലൈക്കും നിഅമതി, എന്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഞാൻ പൂർത്തിയാക്കി തന്നിരിക്കുന്നു. വറളിതു ലക്കുമുൽ ഇസ്ലാമ ദീന, ഇസ്ലാമിനെ ഒരു ദീനായി ഞാൻ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ട് തന്നിരിക്കുന്നു. എന്താണ് ഖുർആൻ ഇവിടെ പറയുന്നത്? അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും, ഇന്ന് നിങ്ങളുടെ ദീൻ ഞാൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി. അഥവാ ഒരു പൂർണ്ണമായ ദീനിനെയാണ് ഞാൻ നിങ്ങൾക്ക് തന്നിട്ട് പോകുന്നത്. അപൂർണമായ ഒരു ദീനിനെയല്ല ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്. സമ്പൂർണമല്ലാത്തൊരു ദീനിനെയല്ല നിങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുള്ളത്. അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും, പൂർത്തീകരിക്കപ്പെട്ട ഒരു ദീൻ. മറ്റെവിടെ നിന്നും കടമെടുക്കേണ്ട കഴിയാത്ത വിധം, ആവശ്യമില്ലാത്ത വിധം സമ്പൂർണമായൊരു ദീനിനെയാണ് ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ പൂർത്തിയാക്കി. എപ്പോഴാണ് ഇത് ഖുർആൻ പറഞ്ഞത്? എന്ന് പൂർത്തിയാക്കി എന്നാ പറഞ്ഞത്? 23 കൊല്ലത്തിന് ശേഷം. പ്രവാചക ജീവിതത്തിലെ പ്രവാചകന്റെ ഹജ്ജത്തുൽ വിദാ, വിടവാങ്ങൽ ഹജ്ജിലെ പ്രവാചകന്റെ പ്രഭാഷണത്തിന് ശേഷം പ്രവാചകൻ അവതരിച്ച പ്രവാചകന്റെ ജീവിതത്തിലെ അവസാനത്തെ ആയത്ത്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ പൂർത്തിയാക്കി എന്ന് 23 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത്, ഇന്നാണ് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ പൂർത്തിയാക്കിയത് എന്ന്. നിങ്ങൾ ചിന്തിക്കണം, ഇസ്ലാമും ദീൻ എന്ന് പറഞ്ഞാൽ അത് കുറെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ആരാധനകളും മാത്രമാണെങ്കിൽ അങ്ങനെ ഒരു ദീനിനെ പൂർത്തിയാക്കാൻ വേണ്ടി 23 കൊല്ലത്തിന്റെ ആവശ്യമുണ്ടോ? നമസ്കാരത്തിന്റെ ഷർത്തും ഫർളും നോമ്പിന്റെ മര്യാദകളും പ്രാർത്ഥനാ രീതികളും ഇങ്ങനെ കുറെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മാത്രമാണ് ദീനെങ്കിൽ ഈ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും പഠിപ്പിക്കാൻ 23 കൊല്ലത്തിന്റെ ആവശ്യമുണ്ടോ? ഒരു മദ്രസയിലെ ഉസ്താദിന് ചെയ്യാവുന്ന ഒരു കാര്യത്തിന്, ഒരു പള്ളിയിലെ ഉസ്താദിനെ വിളിച്ചു പറഞ്ഞു കൊടുക്കാവുന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണോ ഇമ്മാതിരി മൂജിസത്തുകൾ നൽകി റോമയോടും പേർഷ്യയോടും വരെ വെല്ലുവിളിച്ച് ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്യേണ്ടുന്ന വിധം ഒരു പ്രവാചകനെ പടച്ചതമ്പുരാൻ അയച്ചത്? എന്നിട്ട് 23 കൊല്ലത്തിന് ശേഷമാണ് പറഞ്ഞത്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ പൂർത്തിയാക്കിയെന്ന്. അപ്പൊ ഈ ദീൻ എന്ന് പറഞ്ഞാൽ അത് കുറെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മാത്രമല്ല, മനുഷ്യ ജീവിതത്തെ മുഴുവൻ ഉൾക്കൊള്ളാൻ, കൈകാര്യം ചെയ്യാൻ ശേഷിയുള്ള ഒരു സമ്പൂർണ്ണ ജീവിത വ്യവസ്ഥയാണ് ദീനുൽ ഇസ്ലാം എന്ന് പറയുന്നത്. പരലോകത്തെ ക്ഷേമത്തെക്കുറിച്ചും മോക്ഷത്തെക്കുറിച്ചും മനുഷ്യനോട് സംസാരിക്കുന്ന ഖുർആനിന്, ഇസ്ലാമിന് ഈ ലോകത്തെ ക്ഷേമത്തെക്കുറിച്ചും മനുഷ്യനോട് സംസാരിക്കാനുണ്ട്. മരണാനന്തര ജീവിതത്തിന്റെ വിജയത്തെക്കുറിച്ച് മനുഷ്യന് പറഞ്ഞു കൊടുക്കുന്ന ഇസ്ലാമിന് ഈ ജീവിതത്തിലെ വിജയത്തിന്റെ വഴി മനുഷ്യന് കാണിച്ചു കൊടുക്കാനുള്ള കഴിവുണ്ട്. ഇതാർക്കാ നിഷേധിക്കാൻ കഴിയുക? ഇസ്ലാമിക പ്രസ്ഥാനം ഇസ്ലാമിനെ സംബന്ധിച്ചൊരു കാഴ്ചപ്പാട് അവതരിപ്പിച്ചപ്പോൾ, ഇസ്ലാം ഒരു സമ്പൂർണ്ണ ജീവിത പദ്ധതിയാണ് എന്ന കാഴ്ചപ്പാട് അവതരിപ്പിച്ചപ്പോൾ അതിനെതിരായിട്ടുണ്ടായ ഒരു പരാമർശം, ഒരു പ്രസ്താവന ഞാൻ ഓർക്കുകയാണ്. ഇസ്ലാം ഒരു സമ്പൂർണ്ണ ജീവിത പദ്ധതിയാണെന്ന് പറഞ്ഞപ്പോൾ അതിനെതിരായിക്കൊണ്ട് ആ കാലഘട്ടത്തിൽ വലിയ വലിയ മുദ്രാവാക്യങ്ങളും പോസ്റ്ററുകളും ലഘുലേഖകളും ലേഖനങ്ങളും അടിച്ചിറക്കി. എന്തായിരുന്നത്? ഇസ്ലാം ജീവിത പദ്ധതിയല്ല, അതൊരു മരണ പദ്ധതിയാണ്. ഇസ്ലാം ജീവിത പദ്ധതിയല്ല, അതൊരു മരണ പദ്ധതിയാണ്. അഥവാ മരണത്തെക്കുറിച്ചും മരണാനന്തര ലോകത്തെക്കുറിച്ചും മാത്രം പറയുന്ന, ഈ ലോകത്തെക്കുറിച്ചും ഈ ജീവിതത്തെക്കുറിച്ചും ഒരു കാഴ്ചപ്പാടും നിലപാടുമില്ലാത്ത, മരണത്തെക്കുറിച്ചും മരണാനന്തര ലോകത്തെക്കുറിച്ചും മാത്രം കൈകാര്യം ചെയ്യുന്ന ഒരു പദ്ധതിയാണത്. അതൊരു മരണ പദ്ധതിയാണ്. ഇതാരാണ് പറഞ്ഞത് എന്ന് ചോദിച്ചാൽ ഏതെങ്കിലും ഒരു ഭൗതിക പ്രസ്ഥാനമോ സംഘടനയോ അല്ല. കേരളത്തിലെ ഒരു പ്രമുഖ മുസ്ലിം സംഘടന ആ കാലഘട്ടത്തിൽ വ്യാപകമായി എഴുതിയ ഒരു ലേഖനത്തിന്റെ, ഒരു പോസ്റ്ററിന്റെ അല്ലെങ്കിൽ ഒരു ലഘുലേഖയുടെ തലക്കെട്ടാണ് ഇസ്ലാം ഒരു മരണ പദ്ധതിയാണെന്ന്. ഒരു സഹോദര സംഘടന ഒരു ആശയം അവതരിപ്പിച്ചാൽ അതിനെ എതിർക്കുക എന്നത് മാത്രം അജണ്ടയാക്കുമ്പോൾ ഇസ്ലാമിന്റെ സമഗ്രത പോലും ചോദ്യം ചെയ്യപ്പെടുന്നത് അറിയാതെ പോവുകയാണ്. അങ്ങനെ പറയേണ്ടി വന്നു, ഇസ്ലാം ഒരു മരണ പദ്ധതിയാണെന്ന്.
ഇസ്ലാമിനൊരു മരണ പദ്ധതിയായി ഒതുക്കുവാൻ എല്ലാ കാലഘട്ടത്തിലും ഇസ്ലാമിന്റെ ശത്രുക്കൾ ശ്രമിച്ചിട്ടുണ്ട്. ആ ശ്രമത്തിൽ ഇസ്ലാമിന്റെ ആളുകളും അറിയാതെയോ അറിഞ്ഞോ പലപ്പോഴും വീണുപോവുകയാണ്. ഇവിടെയാണ് മുസ്ലിങ്ങൾ അറിയേണ്ടത്, ഇസ്ലാം കേവലം ഒരു മരണ പദ്ധതി മാത്രമല്ല. പരലോകത്തിന്റെ മോക്ഷത്തെക്കുറിച്ചും ക്ഷേമത്തെക്കുറിച്ചും മാനവരാശിയോട് സംസാരിക്കുന്ന ഇസ്ലാമിന് ഈ ലോകത്തിന്റെ ക്ഷേമത്തെക്കുറിച്ചും സംസാരിക്കുവാനുള്ള ശേഷിയുണ്ട്. ഈ ഐഹിക ജീവിതത്തിന്റെ ക്ഷേമത്തെക്കുറിച്ച് ഇസ്ലാമിനൊരു കാഴ്ചപ്പാടുണ്ട്. അങ്ങനെയുള്ള ഒരു ഇസ്ലാമിനെയാണ് വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത്. ആ ദീൻ ഒരു അപൂർണമായ ദീനല്ല. പ്രവാചകന്റെ ദൂതനായ റിബ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ കത്തുമായി സന്ദേശവുമായി റുസ്തമിന്റെ കൊട്ടാരത്തിൽ ചെന്നിട്ട് തന്റെ കുന്തം ഇങ്ങനെ റുസ്തമിന്റെ കൊട്ടാരത്തിലെ ആ സൈനികരെല്ലാം നോക്കി നിൽക്കെ റുസ്തമിന്റെ കൊട്ടാരത്തിൽ അകത്തളത്തിൽ തന്റെ കുന്തം ഇങ്ങനെ കുത്തി നിർത്തിയിട്ട് റിബ് ഇബ്നു ആമിർ പ്രവാചകന്റെ സന്ദേശം വായിച്ചു കൊടുക്കുകയാണ് റുസ്തം എന്ന രാജാവിന്റെ മുമ്പിൽ. എന്താണ്? അല്ലയോ രാജാവേ, ഇബ്തഅസന അല്ലാഹ് ലിഅൻ നുഖ്രിജൽ ഇബാദ മിൻ ഇബാദത്തിൽ ഇബാദി ഇലാ ഇബാദത്തില്ലാഹി വഹ്ദ വമിൻ ലീഖിദ് ദുനിയ ഇലാ സഅത്തിദ് ദുനിയ വൽ ആഖിറ. അല്ലാഹു ഞങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. ഇബ്തഅസന അല്ലാഹ്, ദൈവം ഞങ്ങളെ അയച്ചിരിക്കുന്നു. എന്തിന്? ലിഅൻ നുഖ്രിജൽ ഇബാദ മിൻ ഇബാദത്തിൽ ഇബാദി ഇലാ ഇബാദത്തില്ലാഹി വഹ്ദ. ഈ ലോകത്തെ മുഴുവൻ അടിമകളെയും മനുഷ്യരെയും മനുഷ്യരുടെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച് ഏകനായ ദൈവത്തിന്റെ അടിമത്തത്തിലേക്ക് മാത്രം അവരെ കൊണ്ടുപോകുവാൻ, സകലമാന അടിമത്തങ്ങളും അവസാനിപ്പിച്ച് ഏകനായ ദൈവത്തിന് വഴിപ്പെട്ട് ജീവിക്കുവാൻ ഒരൊറ്റ അടിമത്തം മാത്രം, മനുഷ്യരുടെ അടിമത്തത്തിൽ നിന്ന് അവരെ മോചിപ്പിച്ച് ഏകനായ ദൈവത്തിന്റെ അടിമത്തത്തിലേക്ക് അവരെ കൊണ്ടുപോകുവാനും വമിൻ ലീഖിദ് ദുനിയ ഇലാ സഅത്തിദ് ദുനിയ വൽ ആഖിറ, ഈ ദുനിയാവിന്റെ ഞെരുക്കങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഈ ദുനിയാവിന്റെ തന്നെ വിശാലതയിലേക്കും വൽ ആഖിറ, പരലോകത്തിന്റെ വിശാലതയിലേക്കും മാനവരാശിയെ കൊണ്ടുപോകുവാൻ ഞങ്ങളെ ദൈവം നിയോഗിച്ചിരിക്കുകയാണ്. എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം? ഞങ്ങളുടെ കയ്യിലുള്ള ദർശനം മനുഷ്യന്റെ ഈ ലോകത്തേക്കും പരലോകത്തേക്കും മോക്ഷം നൽകുന്ന, ക്ഷേമം നൽകുന്ന ഒരു ദർശനമാണ്. ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും പ്രശ്നങ്ങളെ പരിഹരിച്ച് മനുഷ്യരെ മോചിപ്പിക്കാൻ വേണ്ടിയാണ് ദൈവം ഞങ്ങളെ നിയോഗിച്ചിട്ടുള്ളത് എന്നാണ് റിബ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ സന്ദേശത്തെക്കുറിച്ച് റുസ്തം എന്ന രാജാവിന്റെ കൊട്ടാരത്തിൽ അദ്ദേഹത്തിന് കൊടുക്കുന്ന സന്ദേശം. ഇങ്ങനെയുള്ള ഒരു ഇസ്ലാമിനെയാണ് പള്ളിയിലും ആരാധനയിലും ഒതുക്കി നിർത്തി അതിനൊരു മരണ പദ്ധതിയാക്കി ചുരുക്കണമെന്ന് പറയുന്നത്. പക്ഷെ ലോകം ഇപ്പോൾ മെല്ലെ മെല്ലെ ഇസ്ലാമിന്റെ സാധ്യതകളെ അംഗീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആലോചിക്കണം, അള്ളാഹുവിന്റെ വ്യവസ്ഥക്ക്, ദീനിന് അല്ലെങ്കിൽ ഇസ്ലാമിന് കൈകാര്യം ചെയ്യാൻ ശേഷിയില്ലാത്ത ഏത് മേഖലയാണ് മനുഷ്യ ജീവിതത്തിലുള്ളത്? ഇസ്ലാമിന് നിലപാടില്ലാത്ത, ഇസ്ലാമിന് അഭിപ്രായമില്ലാത്ത ഏത് മേഖലയാണ് മനുഷ്യ ജീവിതത്തിലുള്ളത്? മനുഷ്യൻ നേരിടുന്ന സകലമാന പ്രതിസന്ധിക്കും ഇസ്ലാമിന്റെ കയ്യിൽ പരിഹാരമുണ്ട്. ലോകം നേരിടുന്ന പ്രതിസന്ധിക്കും പ്രശ്നങ്ങൾക്കും ഇസ്ലാമിന്റെ കയ്യിൽ ഒരു പരിഹാരമുണ്ട് എന്ന് പറഞ്ഞാൽ അത് തീവ്രവാദമാണോ? ഇപ്പൊ ലോകം എവിടേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു? നമുക്കറിയാം, സമീപകാലത്ത് ലോകത്ത് ആഞ്ഞടിച്ച സാമ്പത്തിക പ്രതിസന്ധി, പലിശാധിഷ്ഠിത സാമ്പത്തിക ക്രമം, അതിന്റെ നിലനിൽപ്പ് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സന്ദർഭത്തിൽ അമേരിക്കയും യൂറോപ്പുമൊക്കെ നേരിട്ട, നമ്മുടെ രാജ്യമടക്കം നേരിട്ട സാമ്പത്തിക പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഈ സാമ്പത്തിക പ്രതിസന്ധിയെ പരിഹരിക്കുവാനും മറികടക്കുവാനും എന്താണ് പോംവഴി എന്ന ചർച്ചയിൽ വത്തിക്കാനിലെ സാക്ഷാൽ വിശുദ്ധ മാർപ്പാപ്പയടക്കം എന്താണ് യൂറോപ്പിനോട് ഉപദേശിച്ചത്? മാർപ്പാപ്പയടക്കം യൂറോപ്പിന് കൊടുത്ത ഉപദേശം എന്തായിരുന്നു? ഇസ്ലാമിന്റെ പലിശരഹിത സാമ്പത്തിക ക്രമം, ഇസ്ലാമിക് ബാങ്കിംഗ് യൂറോപ്പ് പരീക്ഷിക്കണം എന്നായിരുന്നു.
ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രതിസന്ധിയെ മറികടക്കുവാൻ പലിശരഹിതമായ ഇസ്ലാമിന്റെ സാമ്പത്തിക ക്രമം അഥവാ ഇസ്ലാമിക് ബാങ്കിംഗ് യൂറോപ്പ് ഇതിനെ പരീക്ഷിക്കണമെന്നായിരുന്നു സാക്ഷാൽ പോപ്പ് പോലും കൊടുത്ത ഉപദേശം. നമ്മുടെ രാജ്യത്തടക്കം ഇസ്ലാമിക് ബാങ്കിങ്ങിനെ കുറിച്ചുള്ള ചർച്ചകൾ അരങ്ങ് തകർത്തുകൊണ്ടിരിക്കുന്നു. ചില ഒറ്റപ്പെട്ട അപശബ്ദങ്ങൾ എവിടെ നിന്നൊക്കെ ഉണ്ട്. സുബ്രഹ്മണ്യ സ്വാമി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവ് കോടതിയിൽ കേസ് കൊടുത്തു. തമിഴ്നാട്ടുകാരനായ അദ്ദേഹത്തിന് കേസ് കൊടുക്കാൻ കേരളത്തിൽ വരേണ്ടി വന്നു. എന്താണ് പറഞ്ഞത്? ഇസ്ലാമിക് ബാങ്കിന് അനുവാദം കൊടുക്കാൻ പാടില്ല. കാരണം അങ്ങനെ കൊടുത്താൽ ഇസ്ലാമിക് ബാങ്കിങ്ങിൽ പണമെടുക്കാൻ ചെല്ലുന്നവനോട് അവന്റെ മതം ഏതാണെന്ന് ചോദിക്കും, വിശ്വാസം ഏതാണെന്ന് ചോദിക്കും, അവനെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കും, നിർബന്ധിക്കും, എന്നാലേ കടം കൊടുക്കുകയുള്ളൂ. ഇത് മതപരിവർത്തനത്തിനുള്ള ഒരു വഴിയാണ്, അതുകൊണ്ട് ഇത് അനുവാദം കൊടുക്കാൻ പാടില്ല. റിസർവ് ബാങ്ക് ഇസ്ലാമിക് ബാങ്കിങ്ങിനെ പറ്റി ചിന്തിക്കാനേ പാടില്ല. ഇങ്ങനെയൊക്കെയുള്ള ചർച്ച ഇപ്പോൾ രാജ്യത്ത് നടക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാരും കേരള സർക്കാരും ഉൾപ്പെടെ ഇസ്ലാമിക് ബാങ്കിങ്ങിന്റെ സാധ്യതകൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്താണ് അപ്പോൾ ഇവിടെ നടക്കുന്നത്? ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് ആരാധനയാണ്, അത് കുറെ ആചാരങ്ങളാണ്, അത് പള്ളിയിൽ ഒതുങ്ങിക്കൊള്ളണം എന്ന് പറഞ്ഞവർ തന്നെ ലോകം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിക്ക് ഇസ്ലാമിന്റെ കയ്യിൽ ഒരു പരിഹാരമുണ്ട് എന്ന് കണ്ടെത്തിയെങ്കിൽ അവിടെയല്ലേ ചോദ്യമുയരുന്നത്? ഇസ്ലാമിന് കൈകാര്യം ചെയ്യാൻ ശേഷിയില്ലാത്ത ഏത് മേഖലയാണ് മനുഷ്യ ജീവിതത്തിലുള്ളത്? അതുകൊണ്ടാണ് ഈ സമുദായമെങ്കിലും ഇസ്ലാമിന്റെ സാധ്യതകൾ തിരിച്ചറിയണം. ഇസ്ലാമിനൊരു സാമ്പത്തിക കാഴ്ചപ്പാടുണ്ട് എങ്കിൽ അതാണല്ലോ ഏറ്റവും വലിയ സാധ്യത. കാരണം മനുഷ്യ ജീവിതത്തിന്റെ ഐഹിക ജീവിതം കേന്ദ്രീകരിക്കപ്പെടുന്നത് സമ്പത്തിനെ അടിസ്ഥാനമാക്കിയാണ്. ലോകത്തെ ഏറ്റവും വലിയ ഭൗതിക വിപ്ലവ പ്രസ്ഥാനം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം രൂപീകരിക്കപ്പെട്ടത് തന്നെ സമ്പത്തിനെ കുറിച്ചുള്ള അതിന്റെ കാഴ്ചപ്പാടിൽ നിന്നും നിർവചനത്തിൽ നിന്നുമാണ്. സാമ്പത്തിക അടിത്തറയിൽ രൂപീകരിക്കപ്പെട്ട ഒരു പ്രസ്ഥാനമാണത്. അപ്പോ ലോകത്തെ മനുഷ്യന്റെ ഐഹിക ജീവിതത്തെ ഊട്ടിയുറപ്പിക്കുന്ന അതിന്റെ കേന്ദ്ര ബിന്ദുവായ സമ്പത്ത്, ഈ സമ്പത്തിനെ കുറിച്ച് ഇസ്ലാമിനൊരു കാഴ്ചപ്പാടുണ്ടെന്ന് ലോകം അംഗീകരിച്ചു എങ്കിൽ അവിടെയാണ് ഇസ്ലാമിന്റെ സാധ്യതകൾ. അവിടെയാണ് പറയുന്നത് മനുഷ്യൻ നേരിടുന്ന സകല പ്രശ്നങ്ങൾക്കും ദൈവിക ആദർശത്തിൽ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ കയ്യിൽ പരിഹാരമുണ്ട് എന്ന്. ഇത് മനസ്സിലാക്കാൻ മുസ്ലിം സമൂഹം ഖുർആനിനെ തന്നെ പഠിക്കണം. എന്താണ് ദീൻ എന്ന് പഠിക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഇസ്ലാം പഠിപ്പിച്ച ദീൻ എന്താണ്? ഒരുപാട് ആയത്തുകളുണ്ട്. അപ്പൊ എന്താണ് ദീൻ എന്ന് പഠിക്കുന്നതോടൊപ്പം ഈ ദീനിന്റെ കാര്യത്തിൽ വിശുദ്ധ ഖുർആൻ മുസ്ലിം സമുദായത്തിന് ഒരു ഉത്തരവാദിത്വം, ഒരു ദൗത്യവും കൂടി പഠിപ്പിക്കുന്നുണ്ട്. എന്താണ് ദീൻ എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ ദീനിന് വേണ്ടി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഏതെങ്കിലും സംഘടന പഠിപ്പിക്കേണ്ട ഒരു കാര്യമല്ലത്. ഇത് അള്ളാഹ് പഠിപ്പിക്കേണ്ട കാര്യമാണോ? അള്ളാഹ് പഠിപ്പിച്ചിരിക്കുന്നു. എന്താണ് അള്ളാഹ് പഠിപ്പിച്ചത്? ശറഅ ലക്കും മിനദ്ദീനി മാ വസ്സാ ബിഹി നൂഹൻ വല്ലദീ ഔഹൈനാ ഇലൈക വമാ വസ്സൈനാ ബിഹി ഇബ്രാഹീമ വമൂസാ വഈസാ അൻ അഖീമുദ്ദീന വലാ തതഫറഖൂ ഫീഹി. ശറഅ ലക്കും മിനദ്ദീനി, അല്ലാഹു ദീനിൽ നിന്ന് നിങ്ങൾക്ക് നിശ്ചയിച്ചിരിക്കുന്നു, നിയമമാക്കിയിരിക്കുന്നു. മാ വസ്സാ ബിഹി നൂഹൻ, പ്രവാചകൻ നൂഹിന് എന്താണോ പഠിപ്പിച്ചു കൊടുക്കപ്പെട്ടത്, വസിയത്ത് നൽകപ്പെട്ടത്. വല്ലദീ ഔഹൈനാ ഇലൈക, നിനക്ക് നാം ബോധനമായി തന്നതും. വമാ വസ്സൈനാ ബി ഇബ്രാഹീമ വമൂസാ വഈസാ, ഇബ്രാഹീമിനും മൂസക്കും ഈസക്കും അടക്കമുള്ള മുൻകഴിഞ്ഞ പ്രവാചകന്മാർക്ക് ഏതൊരു ദീനാണോ നാം നിശ്ചയിച്ചു കൊടുത്തത്, അതേ ദീനിനെ തന്നെ നിങ്ങൾക്കും നാം നിശ്ചയിച്ചു തന്നിരിക്കുന്നു. എന്നിട്ട് എന്താ പറഞ്ഞത്? അൻ അഖീമുദ്ദീൻ, ഈ ദീനിനെ നിങ്ങൾ സ്ഥാപിക്കണം. ചരിത്രത്തിൽ കടന്നുപോയ നൂഹ്, ഇബ്രാഹിം, മൂസ, ഈസ തുടങ്ങിയ പ്രവാചകന്മാർക്ക് ഏതൊരു ദീനാണോ നാം നിശ്ചയിച്ചു കൊടുത്തത്, അതേ ദീനിനെ തന്നെ നിങ്ങൾക്ക് നാം നിശ്ചയിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഈ ദീനിനെ അൻ അഖീമുദ്ദീൻ, ഈ ദീനിനെ നിങ്ങൾ സ്ഥാപിക്കണം. അള്ളാഹുവിന്റെ ഈ ദീനിനെ സ്ഥാപിക്കുവാൻ വേണ്ടി
നിങ്ങൾ പണിയെടുക്കണമെന്നാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. ഇഖാമത്തുദ്ദീൻ മുസ്ലിം സമുദായത്തിന്റെ ഒരു ഉത്തരവാദിത്തമാണത്. മുസ്ലിം സമുദായത്തിന്റെ ദൗത്യം ഇസ്ലാമിനെ പ്രബോധനം ചെയ്യലല്ല, ഇസ്ലാമിന്റെ ദഅവത്ത്, ഇസ്ലാമിന്റെ പ്രബോധനം മാത്രമല്ല മുസ്ലിം സമുദായത്തിന്റെ ദൗത്യം. ചില സഹോദരങ്ങൾ പറയുന്നു നമ്മുടെ ദൗത്യം ഇസ്ലാമിനെ ദഅവത്ത് ചെയ്യലാണ് അഥവാ പ്രബോധനം ചെയ്യലാണ്. അല്ല, ദീനിനെ സ്ഥാപിക്കലാണ് ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്കുള്ള വഴി മാത്രമാണ് പ്രബോധനം. അള്ളാഹുവിന്റെ ദീനിനെ പ്രബോധനം ചെയ്യണം, ആളുകൾക്ക് ഈ ദീനിനെ പരിചയപ്പെടുത്തി കൊടുക്കണം. ഇസ്ലാമിന്റെ ആരാധനാക്രമങ്ങൾ, അതിന്റെ സാമൂഹ്യ നിലപാടുകൾ, അതിന്റെ കുടുംബ വീക്ഷണം, അതിന്റെ സാമ്പത്തിക വീക്ഷണം, ഇതെല്ലാം ലോകത്തെ പരിചയപ്പെടുത്തുകയും പഠിപ്പിച്ചു കൊടുക്കുകയും പ്രബോധനം നടത്തുകയൊക്കെ ചെയ്യണം. പക്ഷെ കേവലം പ്രബോധനം നടത്തുക മാത്രമല്ല, സാധ്യതയനുസരിച്ച് ഈ ദീനിനെ, ഈ ഇസ്ലാമിനെ സ്ഥാപിക്കുവാൻ നിങ്ങൾ ശ്രമിക്കണം എന്നാണ് ഖുർആൻ പഠിപ്പിച്ചത്. നക്കീമുദ്ദീൻ, കേവലം പ്രബോധനം മാത്രമല്ല, ഈ ദീനിനെ സ്ഥാപിക്കണം. പ്രബോധനം ചെയ്യുന്നത് കൊണ്ട് മാത്രം അത് പൂർണ്ണമാവുകയില്ല. പലിശയോടുള്ള ഇസ്ലാമിന്റെ നിലപാടെന്താണ്? ഇസ്ലാം ഏറ്റവും യുദ്ധം പ്രഖ്യാപിച്ചൊരു തിന്മയാണ് പലിശ. പലിശ തിന്നുന്നവൻ നരകത്തിലെ തീയാണ് തിന്നുന്നത് എന്ന് പഠിപ്പിച്ച വിശുദ്ധ ഖുർആൻ. ഇന്നലിൽ റിബാ തിസ്അത്തും വതിസ്ഊന ബാബൻ, പലിശക്ക് 99 കവാടങ്ങളുണ്ട്. പലിശയുടെ പാപങ്ങൾ, അതിന്റെ തിന്മകൾ 99ആണ്. അതിലേറ്റവും ചെറുത് അയ്യഅ്തിയ റജുലു ഉമ്മഹു, സ്വന്തം ഉമ്മയെ വ്യഭിചരിക്കുന്നതിന് തുല്യമാണ്. പലിശ തിന്നുന്നവൻ സ്വന്തം ഉമ്മയെ വ്യഭിചരിച്ചവനെ പോലെയാണെന്ന് പഠിപ്പിച്ചൊരു പ്രവാചകൻ. പലിശ തിന്നുന്നവൻ മാത്രമല്ല, ലാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആക്കില റിബാ വ മൂക്കിലഹു വ കാത്തിബഹു വ ഷാഹിദൈഹി. പലിശ തിന്നുന്നവനും അത് തീറ്റിക്കുന്നവനും, പലിശ വാങ്ങുന്നവനും അത് കൊടുക്കുന്നവനും, അതിന്റെ കാര്യങ്ങൾ എഴുതി വെക്കുന്നവനും, പലിശ ഇടപാടിന് സാക്ഷി നിൽക്കുന്നവനും ശപിക്കപ്പെട്ടിരിക്കുന്നു. ഇത്ര കർശനമായി ഇസ്ലാം പറഞ്ഞൊരു വിഷയം പലിശയാണ്. അതുകൊണ്ട് നമ്മൾ ജനങ്ങളെ ഉത്ബോധിപ്പിക്കുന്നു, പ്രബോധനം ചെയ്യുന്നു, നിങ്ങൾ പലിശ ഇങ്ങനെ കൊടുക്കല്ലേ, നിങ്ങളിങ്ങനെ വട്ടിപ്പലിശക്കും അല്ലാത്ത നിലക്കും പലിശക്ക് പണമെടുത്തിട്ട് ഇങ്ങനെ പലിശ കൊടുക്കല്ലേ, കൊടുക്കലും ശാപമാണ് എന്നൊക്കെ ഇസ്ലാമിന്റെ ഈ തത്വം ഉപദേശിക്കുമ്പോൾ തന്നെ, ഇതൊക്കെ ജനങ്ങളോട് പറയുമ്പോൾ തന്നെ, പാവപ്പെട്ടവന് പണം കൊടുക്കാൻ ഈ രാജ്യത്ത് പലിശക്കാരനല്ലാതെ മറ്റാരും ഇല്ലാതിരിക്കെ, കടം കൊടുക്കാൻ പലിശക്കാരൻ മാത്രമേ ഉള്ളൂ എങ്കിൽ, ഈ രാജ്യത്തെ മനുഷ്യർക്ക് കടം കൊടുക്കുവാനും വായ്പ കൊടുക്കുവാനും വട്ടിപ്പലിശക്കാരനോ അല്ലാത്ത പലിശക്കാരും മാത്രമേ ഉള്ളൂ എങ്കിൽ, നിങ്ങളിങ്ങനെ പലിശക്ക് പോയി പണമെടുക്കല്ലേ എന്ന ഉപദേശം കൊണ്ടല്ല അതിന്റെ പൂർത്തീകരണം. മറിച്ച് പലിശ രഹിതമായ സാമ്പത്തിക ക്രമം കഴിയുന്ന രൂപത്തിൽ സ്ഥാപിച്ചുകൊണ്ട്, പലിശക്ക് പണമെടുക്കാതെ പലിശയില്ലാത്ത സാമ്പത്തിക സഹായങ്ങൾ ജനങ്ങൾക്ക് തുറന്നു വച്ചുകൊണ്ട് ജനങ്ങളോട് പറയണം, നിങ്ങളിങ്ങനെ പലിശക്ക് പോയി പണമെടുക്കല്ലേ, അല്ലാത്ത മാർഗങ്ങൾ തേടണം. അങ്ങനെ വേണമെങ്കിൽ പലിശരഹിതമായ ഒരു സാമ്പത്തിക ക്രമം അത് ഈ നാട്ടിൽ സ്ഥാപിക്കുവാനുള്ള ശ്രമമാണ് നടത്തേണ്ടത്. അതുകൊണ്ടാണ് ഖുർആൻ ഈ ദീനിനെ പ്രബോധനം ചെയ്യലല്ല, ഈ ദീനിനെ സ്ഥാപിക്കുക. കടം കൊടുക്കാൻ പലിശക്കാരൻ മാത്രമുള്ള ഒരു സമൂഹത്തിൽ നിങ്ങൾ പലിശക്കെതിരെ എത്ര ദഅവത്ത് നടത്തിയാലും ആ ദഅവത്തിനൊരു പ്രസക്തിയുണ്ട്, പക്ഷെ സമൂഹത്തെ അത് സ്വാധീനിക്കുകയില്ല. സ്വാധീനിക്കണമെങ്കിൽ ഈ ദഅവത്തിനോടൊപ്പം, ഈ ഉപദേശത്തോടൊപ്പം പലിശയില്ലാത്ത വായ്പാ പദ്ധതികൾ നിങ്ങൾ സ്ഥാപിച്ച് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുക. അപ്പൊ ലോകം ഇസ്ലാമിനെ പഠിക്കും, അപ്പൊ ഇസ്ലാമിന്റെ സാമ്പത്തിക ക്രമം ചർച്ചയാകും. ഇതാണ് നക്കീമുദ്ദീൻ എന്ന് പറയുന്നത്. അപ്പൊ ലോകത്ത് ഇന്ന് ഇസ്ലാമിനെ സംബന്ധിച്ച് നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകൾ ഇത് തന്നെ തെളിവാണ്. അള്ളാഹുവിന്റെ ദീൻ മനുഷ്യ ജീവിതത്തെ മുഴുവൻ ഉൾക്കൊള്ളാൻ ശേഷിയുള്ള ഒരു സമ്പൂർണ്ണ ജീവിത വ്യവസ്ഥയാണ് എന്ന്. അപ്പൊ ആ നിലക്ക് ദീനിനെ നാം പഠിക്കുക. എന്താണ് ദീൻ എന്ന് ഖുർആനിൽ നിന്ന് തന്നെ പഠിക്കുക.
അള്ളാഹുവിന്റെ ഖുർആൻ എന്ത് പറയുന്നു, പ്രവാചകന്റെ ഹദീസ് എന്ത് പറയുന്നു എന്ന് പഠിക്കുകയും എന്നിട്ട് ഈ ദീനിന്റെ കാര്യത്തിൽ എന്താണോ അള്ളാഹു നമ്മളെ ഏൽപ്പിച്ച ഉത്തരവാദിത്യം, അന്നഖീമുദ്ദീൻ, ഈ ദീനിനെ നിങ്ങൾ സ്ഥാപിക്കണം. എന്നിട്ട് പറഞ്ഞത് എന്താ? വലാ തതഫറഖൂ ഫീഹി, അക്കാര്യത്തിൽ നിങ്ങൾ ഭിന്നിച്ചു പോകരുത്, അക്കാര്യത്തിൽ നിങ്ങൾ തർക്കിക്കരുത്. ഇത് അള്ളാഹ് പറഞ്ഞൊരു വിഷയമാണ്. ദീനിനെ നിങ്ങൾ സ്ഥാപിക്കാൻ ശ്രമിക്കണം എന്നത്. അതുകൊണ്ട് ഇഖാമത്തുദ്ദീനാകുന്ന മുസ്ലിം ഉമ്മത്തിന്റെ ഉത്തരവാദിത്വത്തെക്കുറിച്ച് നാം ബോധവാന്മാരാവുകയും അള്ളാഹു നമ്മെ ഏൽപ്പിച്ച, ഖുർആൻ നമ്മെ പഠിപ്പിച്ച ഒരു വലിയ ഉത്തരവാദിത്തമാണ് ഇഖാമത്തുദ്ദീൻ എന്ന് പറയുന്നത്. സൂറത്ത് ശൂറയിലെ 13-ാമത്തെ ആയത്ത് ചരിത്രത്തിൽ കടന്നുപോയ പ്രവാചകന്മാരെ മുൻനിർത്തിക്കൊണ്ട് മുസ്ലിം സമൂഹത്തിന് അള്ളാഹു കൊടുത്തൊരു ഉപദേശമാണ് അന്നഖീമുദ്ദീൻ. അതുകൊണ്ട് ഇഖാമത്തുദ്ദീനിന്റെ പാതയിൽ ഒരു മുസ്ലിം എന്ന നിലയിൽ നമ്മുടേതായ പങ്ക് നിർവഹിക്കുവാൻ നമുക്ക് കഴിയണം. മനുഷ്യ ജീവിതത്തിന്റെ ഒരു പരിഹാരം എന്ന നിലയിൽ ഇസ്ലാമിനെ പ്രബോധനം ചെയ്യുവാൻ നമുക്ക് കഴിയണം. അങ്ങനെ ദീനുൽ ഇസ്ലാമിന്റെ പ്രബോധകരും പ്രചാരകരുമായി ഖൈർ ഉമ്മത്തിന്റെ ബാധ്യത നിർവഹിക്കുവാൻ നമുക്ക് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്ലാമിനെ കുറിച്ചും ദീനിനെ കുറിച്ചും ഖുർആനെ കുറിച്ചുമൊക്കെ നന്നായി പഠിക്കുന്ന, വൈജ്ഞാനിക ശേഷിയുള്ള, വിജ്ഞാനം കരസ്ഥമാക്കുന്ന ദാസന്മാരുടെ കൂട്ടത്തിൽ നാം അവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ. മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽഹു ഫലാ ഹാദിയ ലഹു. ونشهد أن لا إله إلا الله الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر سبحان الله عما يشركون. اللهم صل على محمد وعلى آل محمد وبارك على محمد وعلى آل محمد كما صليت وباركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الناس أوصيكم عباد الله ثانيا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിനെ ഭയന്ന തഖ്വ നിറഞ്ഞ ജീവിതം നയിക്കുവാൻ എന്നോടും നിങ്ങളോടും ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യുന്നു, ഉപദേശിക്കുന്നു. കഴിഞ്ഞ ഖുതുബയുമായി തന്നെ ബന്ധപ്പെട്ട് ഒരു വിഷയം നിങ്ങളെ ഉണർത്തുകയാണ്. ഇഖാമത്തുദ്ദീൻ അഥവാ ഈ ദീൻ എന്തൊരു ആശയമാണോ മനുഷ്യർക്ക് മുമ്പിൽ സമർപ്പിക്കുന്നത്, ആ ആശയത്തെ പ്രയോഗത്തിൽ സാധ്യമാകുന്നത്ര കാണിച്ച് നിങ്ങൾ സ്ഥാപിച്ചു കൊടുക്കുക എന്നതാണ് ഖുർആൻ മുസ്ലിം സമൂഹത്തിൻ്റെ മുമ്പിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ഉത്തരവാദിത്തം. ഈ ഉത്തരവാദിത്ത നിർവഹണത്തിൻ്റെ ഭാഗമായി നമ്മുടെ നാട്ടിൽ ഉടനീളം ഒരുപാട് പലിശരഹിത നിധികൾ, ഇത് ഈ മുസ്ലിം സമൂഹത്തിന് മാത്രം ഒരു പ്രത്യേകതയാണ്. പലിശയില്ലാതെ പണം കടം കൊടുക്കുക, പലിശരഹിത വായ്പകൾ. കേരളത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ പ്രാദേശികമായി ചെറുതും വലുതുമായ ഇത്തരം പലിശരഹിത സംരംഭങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. നമ്മുടെ ഈ പള്ളി കേന്ദ്രീകരിച്ചും വളരെ വ്യവസ്ഥാപിതമായി തന്നെ തുടക്കം മുതൽ ഒരു പലിശരഹിത വായ്പാ പദ്ധതി നാം ആരംഭിച്ചിട്ടുണ്ട്. അത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. 10,000 രൂപ വരെ സ്വർണ്ണ ഈടിന്മേൽ നമ്മുടെ നാട്ടിലെ ആളുകൾ, നമ്മുടെ സമുദായത്തിലെ ആളുകൾ ഉൾപ്പെടെ പെട്ടെന്നൊരു പണത്തിന് ആവശ്യം വന്നാൽ ഒരു മനസാക്ഷി കുത്തുമില്ലാതെ ഉടൻ തന്നെ ഏതെങ്കിലും തൊട്ടടുത്ത സൊസൈറ്റിയിലോ ബാങ്കിലോ അല്ലെങ്കിൽ വട്ടിപ്പലിശക്കാരൻ്റെ അടുത്തോ പോയി സ്വർണം പണയം വെച്ചിട്ടൊക്കെ പലിശക്ക് എടുക്കുന്നതിൽ ഒരു മടിയുമില്ല. അപ്പം അത്തരം ആളുകളെ പിന്തിരിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി പലിശയില്ലാതെ 10,000 രൂപ വരെ വായ്പ അനുവദിക്കുന്ന ഒരു സംവിധാനം, ഒരു പലിശരഹിത വായ്പാ പദ്ധതി നമ്മുടെ ഈ പള്ളി കേന്ദ്രീകരിച്ച് നടക്കുന്നുണ്ട്. ധാരാളം ആളുകൾ ഇപ്പോൾ തന്നെ ഇത് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. നിങ്ങളുടെ ശ്രദ്ധയിൽ അത് പെടുത്തുന്നത്, അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അർഹരായ ആളുകൾ ഉണ്ടെങ്കിൽ
അവരെ നിങ്ങൾക്ക് ഈ പറഞ്ഞ തലത്തിൽ ഇങ്ങോട്ടേക്ക് അയക്കാവുന്നതാണ്. ഈ സഹായം അവർക്ക് ലഭിക്കുന്നതാണ്. കൂടാതെ ഈ സംരംഭത്തോട് നിങ്ങളാലാകുന്ന വിധത്തിൽ സഹകരിക്കുകയും ചെയ്യണമെന്ന്. കാരണം ഇത് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഒരു കാഴ്ചപ്പാടാണ്. ഖുർആൻ തന്നെ പറഞ്ഞല്ലോ, അല്ലെങ്കിൽ പ്രവാചകന്റെ ഹദീസും പഠിപ്പിച്ചല്ലോ, നിങ്ങൾ ഒരാൾക്ക് സദക്ക ചെയ്യുന്നതിനേക്കാൾ, ദാനം ചെയ്യുന്നതിനേക്കാൾ പ്രതിഫലം കടം കൊടുക്കുന്നതിനാണ് എന്നാണ്. ദാനം കൊടുക്കുന്നതിനേക്കാൾ പുണ്യം കടം കൊടുക്കുന്നതിനാണെന്നാണ് പ്രവാചകൻ പഠിപ്പിച്ചത്. എന്താ കാരണം എന്ന് റസൂൽ വിശദീകരിച്ചു. നിന്റെ അടുത്തൊരുത്തൻ ദാനം ചോദിച്ചു വന്നാൽ അവൻ ആവശ്യക്കാരനോ അല്ലാതെയോ ഇരിക്കാം. അതേസമയം കടം ചോദിച്ചു വരുന്നവൻ ആത്മാഭിമാനമുള്ളവനാണ്. അവൻ ഒരു ആവശ്യത്തിന് നിന്റെ അടുത്താ വരുന്നത്. അതുകൊണ്ടാണ് കടം കൊടുക്കുന്നവൻ ദാനം കൊടുക്കുന്നവനേക്കാൾ പുണ്യമുള്ളവനാണെന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇത്തരം സംരംഭങ്ങളുടെ നന്മകൾ മനസ്സിലാക്കിക്കൊണ്ട് ഇത്തരം സംരംഭങ്ങൾ നമ്മുടെ നാട്ടിൽ വളർത്തുവാനും അതിനെ പുതുതായി രൂപവൽക്കരിക്കാനും ഒക്കെ നാം മുന്നോട്ട്. ഇത് ഇഖാമത്തു ദീനിന്റെ ഭാഗമാണ്. അൻ അഖീമുദ്ദീൻ, ഈ ദീനിനെ നിങ്ങൾ പ്രയോഗവൽക്കരിക്കണം, നിങ്ങൾ സ്ഥാപിക്കണമെന്ന് ഖുർആൻ പറഞ്ഞത് ഈ അർത്ഥത്തിലാണ്. അപ്പൊ ഈ നിരക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുക, നന്മയുടെ കാര്യത്തിൽ സഹകരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പാനായിക്കുളത്തിനടുത്ത് താമസിക്കുന്ന മുഹമ്മദ് അലി എന്ന് പറയുന്ന 70 വയസ്സുള്ള ഒരു ഇസ്ലാമിക പ്രവർത്തകൻ, വളരെ സജീവനായ സേവന പ്രവർത്തനങ്ങളിലും ഇസ്ലാമിക പ്രവർത്തന രംഗത്തൊക്കെ വളരെ മുൻപന്തിയിൽ തന്നെ സഹകരിക്കുകയും പ്രവർത്തിക്കുകയുമൊക്കെ ചെയ്യുന്ന ഒരു കറകളഞ്ഞ ഇസ്ലാമിക പ്രവർത്തകൻ. കഴിഞ്ഞ ഞായറാഴ്ച വരെ പാനായിക്കുളത്ത് നടന്ന ഒരു ക്രൈസ്തവ സഹോദരന് വീട് നിർമ്മിച്ചു കൊടുക്കുന്ന സേവന പ്രക്രിയയിൽ യുവാക്കളെക്കാൾ തന്നെ മുൻപന്തിയിൽ വന്ന് രാവിലെ മുതൽ അത്തരം സേവനങ്ങളിൽ പങ്കാളിയായിക്കൊണ്ടിരുന്ന ആ ഇസ്ലാമിക പ്രവർത്തകൻ, അദ്ദേഹം ഇന്ന് രാവിലെ ഈ ജുമാക്ക് തൊട്ടു മുമ്പ് മരണപ്പെട്ടതായി നമ്മെ അറിയിക്കുകയും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് നമ്മോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മാന്യദേഹത്തിന് അദ്ദേഹത്തിന്റെ പാപങ്ങളെ പടച്ച തമ്പുരാൻ പുറത്ത് മഗ്ഫിറത്തും റഹ്മത്തും നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹം ചെയ്ത സേവനങ്ങൾക്ക് അർഹമായ പ്രതിഫലം നൽകി സ്വർഗം നൽകി അല്ലാഹു അദ്ദേഹത്തെ അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ കബറിടം അല്ലാഹു തആല വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. ആലുവ UC കോളേജിനടുത്ത് ഒരു യുവാവ്, 24 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ആക്സിഡന്റ് പറ്റി മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടിട്ടുണ്ട്. സാമ്പത്തികമായി പരാധീനത അനുഭവിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനും നമ്മോട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ചെറുപ്പക്കാരൻ അപകടനില തരണം ചെയ്ത് തിരിച്ചു വരാൻ അല്ലാഹു അദ്ദേഹത്തിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹത്തിന്റെ രോഗം അല്ലാഹു ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. اللهم ارض عن الأربعة الخلفاء الراشدين المهديين. اللهم ارض عن أمي نبيك حمزة والعباس وعن بقية أصحاب رسولك أجمعين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات طيب ثراهم وجعل الجنة مأواهم. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين. اللهم أجرنا من النار، اللهم أجرنا من النار. اللهم لا تشف خلقنا بالنار ولا تجعلنا من حطب النار وأدخلنا الجنة يا رب العالمين. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا